രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ നല്ല മഞ്ഞായിരുന്നു കേട്ടോ. നമ്മുടെ മീനിൻ്റെ കൂടൊന്ന് പൊക്കി നോക്കാമെന്ന് ഓർത്ത് പുഴയരികിലോട്ട് പോവുകയാണേ. ഇന്നലെ നമ്മൾ പുതിയ തൂമ്പുണ്ടാക്കിയിട്ട് അവിടെയായിരുന്നു കേട്ടോ അത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഉണ്ടാക്കിയ തൂമ്പായതുകൊണ്ടേ ആ മണ്ണെല്ലാം കൂട്ടി വെച്ച കാരണം എനിക്കവിടെ നിൽക്കാൻ നല്ല പാടായിരുന്നേ. ഒരു വിധത്തിൽ നിന്നിട്ടാണ് ഞാൻ ആ വല പൊക്കിയിട്ടുള്ളത്. വല അങ്ങ് പൊക്കിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രിയിൽ നമ്മൾ ഇതുകൊണ്ട് ഇവിടെ വെക്കുമ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. കാരണം ഇന്നലെ വൈകിട്ടായിരുന്നല്ലോ നമ്മൾ ഈ തൂമ്പ ഉണ്ടാക്കിയത്. അതുകൊണ്ടിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഒന്നല്ല രണ്ട് മീൻ. കാണുമ്പോൾ സിമ്പിളായിട്ടൊക്കെ തോന്നുമെങ്കിലും ഇത് പൊക്കിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് നല്ല പാടായിരുന്നേ. അന്ന് നമ്മൾ ആ മീൻ കയറിയപ്പോൾ പൊക്കിയപ്പോഴായിരുന്നു ഇതിൻ്റെ 2 കമ്പങ്ങ് ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നേ. അത് കാരണം ഇത്തവണ ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് ഇതും കൊണ്ട് പോയിട്ടുള്ളതേ. ലോട്ടറി ആയിട്ടോ. ഒന്നല്ല 2 കൊമ്പനായിട്ടേക്കണേ. തുറന്നു നോക്കാവേ. ഞാനായിരുന്നു ഈ കെട്ട് കെട്ടിയിരുന്നേ. അഴിക്കാൻ നല്ല പാടാ. കടഞ്ഞോട്ടെ. അങ്ങനെ ആ വലയുടെ കെട്ടെല്ലാം അഴിച്ചിട്ട് ആ മീനിനെ ഞാനങ്ങ് കുടഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നല്ല 2 മീനായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കൊമ്പരൊന്നും അല്ല, കൊമ്പരെന്നൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാ കേട്ടോ. നല്ല നാടൻ വരാലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നേ. അന്ന് നമുക്ക് കിട്ടിയത് വാഗവരാലായിരുന്നല്ലോ. നല്ല 2 ചെതറും നാടൻ വരാലിനെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കണേ. നല്ല തക്കുടുക്കുട്ടമ്മ. പോണ ശ്രീ. 2 നാടൻ വരാലാണ് കേട്ടോ. ഇതിനെ നമുക്ക് അപൂർവമായിട്ടാണ് നമ്മുടെ പുഴയിൽ നിന്ന് നമുക്ക് കിട്ടാറുള്ളൂ കേട്ടോ. അങ്ങനെ 2 എണ്ണം അടിപൊളി 2 നാടൻ വരാല് എടുക്കാൻ പറ്റുന്നില്ല. അയ്യോ, എടുക്കാൻ പറ്റണില്ല ഗൈസ്. കയ്യിൽ നിന്ന് വഴുകി തെന്നി പോവുക. ഒരു ഭയങ്കര പിടക്കം കിടന്നിട്ട് കണ്ട പിടിക്കാൻ പറ്റൂല. ചിപ്പു കുഞ്ഞൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ പോയി നമുക്ക് അവരെ വിളിച്ചിട്ട് വരാം. കിയ ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ. ഈ അവന്മാരെ വിളിക്കാൻ പോവാ. എന്തായാലും ഇന്ന് ഒരു അടിപൊളി ദിവസമായിരുന്നു. ഭയങ്കര ഹാപ്പിയാ. ശ്രീയുടെ സെറ്റപ്പാ കേട്ടോ. ശ്രീയ വളർത്താടക്കാൻ ഇന്ന് നമുക്കൊരു ആമക്കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട്. അയ്യോ, അവന് അവനില്ലേ കൈയൊക്കെ ഇട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര പാടാ. അത് കണ്ടോ കുഞ്ഞനാമ. മറ്റേ പാട്ടൊക്കെ ശ്രീ ആമ കുഞ്ഞനോ. ആമ കുഞ്ഞ നീ എന്നും വന്ന് ഞങ്ങളുടെ കൂട്ടിക്കറിഞ്ഞ എന്തിനാ അങ്ങനെ വെച്ച് ചെയ്യുമ്പോൾ ഇവനുണ്ടല്ലോ കാല് വെച്ചിട്ട് അങ്ങനെ വെള്ളം പറ്റിപ്പോയി. അവനെ പിടിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ആ വല കെട്ടിയിട്ട് വീണ്ടും കൊണ്ട് ആ പുഴയിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഈ കെട്ടുണ്ടല്ലോ എന്നെക്കൊണ്ട് മാത്രമേ ഈ ലോകത്ത് അഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. വേറെ ആർക്കും പറ്റുമെന്ന് തോന്നണില്ല. മറ്റേ പെരുന്തച്ഛൻ്റെയൊക്കെ പണി പോലെയാണ് എൻ്റെ ഈ കെട്ട്. കുഞ്ഞിന് വരാലിന്
നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇനി ഇവിടെ രാവിലെ ആൾക്കാർ മീൻ മേടിക്കാൻ വരും. അതുണ്ടാകും സൈഡ്. ഇവിടെ എല്ലാ ദിവസവും മിക്കവാറും ഉണ്ടാവും. ഇവിടെ മിക്കവാറും ഉണ്ടാവും. അതിൻ്റെ കിടപ്പങ്ങനെ ഇത് കിടക്കണേ. അത് നമുക്ക് പല കിട്ടുണ്ടാക്കാം. ഇത് അങ്ങനെയല്ല ഒന്ന് പിടിച്ച് ഇത് അവിടെ കയറണം. ഇല്ല പോവും. വരാലിൻ്റെ മുതലായിരുന്നു കേട്ടോ. എടാ അത് ബോട്ടിലോട്ട് പോകുന്നു. നമ്മുടെ ഏർമാടത്തിൻ്റെ പുറകിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. നേരത്തെ നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ ഈ കുളമൊക്കെ അറിയാൻ പറ്റും. ഇത് നമ്മുടെ അച്ഛനുണ്ടായിരുന്നപ്പം കുറേ ഭാഗമൊക്കെ ഇത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി നമ്മളാണ് ഇപ്പോൾ റെഡിയാക്കിയിട്ടുള്ളത്. ഇത് ഇന്നലെയാണ് കേട്ടോ ഈ തൂമ്പുണ്ടാക്കി നമ്മുടെ കൂടെ ഇങ്ങോട്ട് മാറ്റിയത്. ഇതിന് മുന്നേ നമ്മൾ മീനെ പിടിച്ചിട്ടുള്ളത് അപ്പുറേ ഒരു തൂമ്പുണ്ട്, അവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ, നമ്മുടെ പഴയ മീൻകുളത്തിൻ്റെ. അത് നമ്മൾ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ളതാണേ. നടന്ന് പോണേ. അയ്യോ എന്നെ താഴെ ഇടല്ലേ വിളിച്ച്. ഇതെങ്ങനെ പിടിക്കാനാ? അയ്യോ നിനക്ക് പേടിയാ? എനിക്ക് പേടി. കുഞ്ഞാടി പോണ്. അതിനെടുത്തോ, ഞാൻ അതിനൊക്കെ എടുത്തോ. കിട്ടി മോനെ, അവസാനം ഞാൻ വിജയിച്ചിട്ടുണ്ട്. നാടൻ വരാലേ ഇത്ര വലുത് സാധാരണ ഞാൻ ആദ്യമായിട്ടാ കേട്ടോ കാണണേ. അടിപൊളിയാ. കിയ എത്ര പെട്ടെന്നാ പിടിച്ചേ നോക്കണം. കിയ കൊണ്ട് മീൻ പിടുത്തായിരുന്നു. ഒറ്റ കൈക്കൊക്കെ കിയ പിടിച്ചോണ്ടോ. ചിക്കുമ്പറ അതിനെ വളർത്തണമെന്നാണ് കേട്ടോ പറയണേ. അവന് പിന്നെ എന്നാ കിട്ടിയാലും വളർത്തണം. ആമേനെ എടുത്ത് പാത്രത്തിൽ ഇട്ടോണ്ട് വരണുണ്ട്. 700 മീനുണ്ട്. 700 അല്ല ശ്രീ, കിലോ 500 രൂപ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ. ഓക്കെ, സീ യു.